വീർ ബൈ ബൈ. ഇനി എനിക്ക് നിന്നെ ഒരിക്കലും പേഴ്സണൽ ആയിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. Twister suit on. Yeah. Yes. ഇപ്പോൾ നമുക്ക് ഫേസ് ടു ഫേസ് ഏറ്റുമുട്ടാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിനക്കിപ്പോൾ സുഖമല്ലേ? നീ ഇപ്പോൾ കണ്ടില്ലേ, എന്റെ ശക്തിയുടെ മുൻപിൽ നീയൊക്കെ ഒന്നുമല്ല. മരമണ്ട ടിംബക്ടു, ഇത് നിന്റെ ശക്തിയല്ല, അത് എന്റേതാണ്. സോറി ബോസ്, സോറി, അറിയാതെ പറഞ്ഞു പോയതാ ബോസ്. ഞാൻ അവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ബോസ്. അല്പസമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നേക്കാം. വീറിനും എനിക്കും ഒരുപാട് കണക്കുകൾ സെറ്റിൽ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ ടിംബക്ടു, നിനക്കും എന്നെ രഹസ്യമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാനും എന്റെ ബ്രില്യൻ ബ്രെയിൻ യൂസ് ചെയ്ത് നിന്നെ മരമണ്ടനാക്കി ഇപ്പൊ കാണിച്ചു തരാം. ഹോളോഗ്രാഫിക് ഇമേജ് ഓൺ. Holographic image on. നിനക്കിപ്പോ എങ്ങനെയുണ്ട് ടിംബക്ടു? നീ ഡ്യൂപ്ലിക്കേറ്റ് റോബോബോയെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഒറിജിനൽ റോബോബോയ് ഞാനാണ്. ഞാനാണ്. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എങ്ങനെയാ വീറ് രണ്ടായിട്ട് മാറിയതേ വില? ഒരുത്തൻ താഴെ ഓടുന്നു, മറ്റൊരുത്തൻ മോളില്. അത് വീറിന്റെ ഇമേജ് ആയിരിക്കും ചുൽബുൾ. ഒറിജിനൽ വീറ് താഴെയുണ്ട്. ഞാൻ അവനെ ഫ്രീ ആക്കാൻ വേണ്ടി പോവാ.
ഞാൻ ഇവിടെയുണ്ട് ഡിംബക്ടു. ടെമ്പറേച്ചറിലാണുള്ളത്. നീ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്ക്. നിനക്ക് തണുക്കില്ല കേട്ടോ. ഞാൻ അവനെ വക വരുത്തിയിട്ട് വന്നേക്കാം. വരൂ ട്രോജൻ, ലെറ്റ്സ് ഫൈറ്റ്. റോബോ ബോയ് ഏലിയനോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ഇതെന്തായാലും നല്ല രസമുള്ള കാഴ്ച തന്നെ ആയിരിക്കും. ഐസ് ഫാക്ടറിയിൽ വെള്ളം നിറച്ച ഡ്രമ്മിനകത്ത് ടൂട്ടു ടേർട്ടിലുണ്ട്. വേഗം ചെല്ല്, നന്നായി നോക്കിക്കോ. എനിക്ക് തന്നേക്ക്. എങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കും. ആരും ഒരിക്കലും രക്ഷപ്പെടില്ല. ടൂട്ടു എന്റെ കൂട്ടുകാരനാണ്. ഇപ്പൊ എന്റെ ഗസ്റ്റുമാണ്. അവനെ ഞാൻ നിനക്ക് ഒരിക്കലും വിട്ടുതരില്ല. ഏലിയൻ ശരിക്കും ഉണ്ടെന്ന് ഞാൻ ഇന്നാ കാണുന്നത്. എനിക്ക് തോന്നുന്നത് റോബോ ബോയ്ക്ക് അവനെ ജയിക്കാൻ പറ്റില്ലെന്നാ. എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇവന്റെ വീക്ക്നെസ് എന്നത് തണുപ്പാണ്. തണുപ്പുള്ള സ്ഥലത്ത് ഇവൻ എങ്ങനെ ഏറ്റുമുട്ടുമെന്നൊന്ന് നോക്കാം. ഇന്ന് അവന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമായിരിക്കും. ബോസ് ബോസ്, ആ മെഷീന്റെ ടെമ്പറേച്ചർ ഫുള്ളായിട്ട് അങ്ങ് കൂട്ടിക്കോ. ബീർ അവിടെ തന്നെ കിടന്ന് ചത്തുപോകട്ടെ. എടാ, ആ മെഷീൻ വഴി ടെമ്പറേച്ചർ കുറച്ചായിട്ടേ കൂടത്തുള്ളൂ. ഒറ്റയടിക്ക് കൂടാനായി ഒറ്റ മാർഗമേ ഉള്ളൂ. അത് നമുക്ക് അങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്തേക്കാം. പക്ഷെ അതെങ്ങനെ ബ്ലാസ്റ്റ് ആക്കും ബോസ്? ടിംബക്ടു, നീ നമ്മുടെ റോബോട്ടിന്റെ ഒപ്പം ചെന്ന് ഇതും എടുത്ത് ആ ടണലിലേക്ക് പോ. ഇതാ ഹീറ്റിംഗ് ഗാഡ്ജറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്ക. എന്നിട്ട് റിമോട്ട് വെച്ച് ബ്ലാസ്റ്റ് ചെയ്യ. അപ്പൊ ഒറ്റയടിക്ക് ടെമ്പറേച്ചർ അങ്ങ് കൂടില്ലേടാ, വോൾക്കാനോ ബ്ലാസ്റ്റ് ആകുമെടാ. അതിന്റെ കൂടെ നമ്മുടെ ശത്രു വീർ, അവന്റെ കഥയും അവസാനിക്കും. എമിലി, ആദ്യം ഞാൻ പോകാം. നീ എന്റെ പുറകെ വന്നാ മതി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പുറത്തേക്ക് ചെല്ല്. പുറത്തേക്ക് പോകാനുള്ള വഴിയെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഈ 4 സൈഡും വാച്ച് ചെയ്തോണ്ടിരിക്കെ. ഞാൻ ഇപ്പൊ തന്നെ ഡ്രില്ല് ചെയ്തേക്കാം. ഒന്ന് വേഗം ചെയ്യ്. ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ആ വോൾക്കാനോ ഏത് സമയത്തും പൊട്ടിത്തെറിക്കും.
ഇന്ന് വീറിനെ ആർക്കും തന്നെ രക്ഷിക്കുവാനാവില്ല. ബൈ ബൈ. നീ ഒന്ന് വേഗം ചെയ്യ് വീർ. ഇത്ര ഉയരത്തിൽ നിന്ന് നീ എങ്ങനെയാ വന്നത്? അത് നീ വോൾക്കാനോട് ചോദിക്കേ. അവൻ എന്നെ വിടാതെ ഫോളോ ചെയ്ത് വരികയാ. വീർ, എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വന്നേക്ക്. ഇനി നമുക്കൊന്നും ചെയ്യാനാവില്ല. നീഡിൽ ഡേഞ്ചറസ് സൈൻ വരേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇല്ല അപ്പൂപ്പ, എനിക്കിപ്പോ പുറത്തേക്ക് വരാൻ പറ്റില്ല. വോൾക്കാനോ ബ്ലാസ്റ്റ് ആകുവാണെങ്കിൽ ടോട്ടൽ ഫുർസറ്റ് ഗഞ്ചും നശിച്ചു പോകും. ഞാൻ അവസാന സെക്കൻഡ് വരെയും തീർച്ചയായും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. റോബോ ബോയ് സ്യൂട്ട് ഓൺ. Roboboy suit on. താങ്ക് യു റോബോ ബോയ്. നീ വരാനെന്താ ഇത്ര ലേറ്റ് ആക്കിയത്? ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലതും സംഭവിച്ചെങ്കിലോ? താങ്ക് യു പറയുന്നതിന് പകരം നീ അവനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ ഒരിക്കലും നന്നാവില്ലടാ. Come on, attack, attack. എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്തിനാടാ ഇങ്ങനെ അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുന്നേ? സിമന്റു അവസാനം എന്നെ സിമന്റ് ശില്പമാക്കി മാറ്റിയിരിക്കുക. ഇനിയിപ്പോൾ നീ എന്ത് ചെയ്യും റോബോ ബോയ്? ജനങ്ങളെയെല്ലാം നീ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ? പക്ഷെ നീ ഇന്ന് കുടുങ്ങിപ്പോയി. ഇനി നിന്നെ ആര് രക്ഷിക്കാൻ വരും?